ചോരുന്ന പരീക്ഷാ കടലാസുകൾ പാർലമെന്റിനെ ഇളക്കിമറിക്കുമ്പോൾ, തെരുവുകളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ രാജ്യത്തിന്റെ ഉറക്കം കെടുത്തുമ്പോൾ എവിടെയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ? ചോദ്യങ്ങളെ നേരിടാൻ ഭയന്ന അദ്ദേഹം പാർലമെന്റിന്റെ പടവുകൾ കയറാതെ മാറി നിൽക്കുകയാണോ? പഠിക്കേണ്ട പ്രായത്തിൽ വിദ്യാർത്ഥികളെ ലാത്തിക്കൂട്ടത്തിനിട്ട് തല്ലിച്ചതച്ചപ്പോൾ, സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ഉന്നം വെച്ചപ്പോൾ ഭരണകൂടം നൽകിയ ക്രൂരതയ്ക്ക് ആരും മറുപടി പറയും? ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി ഒളിച്ചിരിക്കാൻ ഒരു ആഭ്യന്തരമന്ത്രിക്ക് അവകാശമുണ്ടോ? തെരുവിലെ പ്രക്ഷോഭജാലകളും പാർലമെന്റിലെ ഭരണകൂടത്തിന്റെ ഒളിച്ചുകളിയും രാജ്യം ചർച്ച ചെയ്യുകയാണ്. ഒളിച്ചോട്ടമോ അതോ ചോദ്യങ്ങളോടുള്ള ഭയമോ? ഇന്ന് ഈവനിംഗ് ഡിബേറ്റിൽ നമ്മൾ ആദ്യം പോകുന്ന വിഷയവും അതുതന്നെയാണ്. നമുക്ക് ഏറ്റവും ആദ്യം പാർലമെന്റിലേക്ക് പോകുമ്പോൾ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് ഇതാ പാസ്സാക്കിയിരിക്കുന്നു. ശബ്ദ വോട്ടോടെയാണ് ബില്ല് പാസ്സാക്കിയത്. ആദ്യം നമുക്ക് വിഷ്ണു തറവൂരിലേക്ക് പോകാം. വിഷ്ണു, അങ്ങനെ ഇതാ വളരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വേദിയായ പാർലമെന്റിൽ ഇപ്പോൾ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. ശബ്ദ വോട്ടോടെ ബില്ല് പാസ്സാക്കിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നൽകാവുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ചെന്നൊരു അല്പം മുന്നെയാണ് ലോക്സഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ ഇപ്പോൾ ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കിയിരിക്കുന്നത്. ഏകദേശം 13 മണിക്കൂറിലേറെ നീണ്ടു നിന്ന ചർച്ചകൾക്കൊടുവിലാണ് ബിൽ ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ പോലും ഒരു അവസരം നൽകാതെ ഭരണപക്ഷം വലിയ തോതിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ ബഹളം വെച്ച് സഭാ നടപടികൾ അലങ്കോലപ്പെടുത്തുന്ന സമീപനം തന്നെയാണ് ഇന്നും സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പല പരാമർശങ്ങളിലും വലിയ പ്രതിഷേധം ഇന്ന് സഭയിൽ അരങ്ങേറിയിരുന്നു. അത്തരത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ വാക്കേറ്റമൊക്കെ തന്നെ ലോക്സഭയിൽ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നു എന്നതാണ്. ഇത്രത്തോളം വലിയൊരു സമരം നടത്തിയ വിദ്യാർത്ഥി പ്രതിഷേധത്തെ അഭിനന്ദിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണ്ടു പഠിക്കേണ്ടതാണ്. ഈ വിദ്യാർത്ഥികൾ സ്വീകരിച്ച സമര മാർഗമൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ മറ്റൊരു വിമർശനം ഉന്നയിച്ചത്, ചില ആളുകൾ വിചാരിക്കുന്നത് അവർക്ക് എല്ലാം അറിയാം എന്നതാണ്. തങ്ങൾ ദൈവമാണെന്ന് വിചാരിക്കുന്ന ചില ഇഡിയറ്റുകൾ ഉണ്ട്. അതായത് ചില വിഡ്ഢികളാണ് അത്തരത്തിൽ ചിന്തിക്കുന്നത്. അവർക്ക് പുറകെ പോകാൻ കുറെ അന്ധഭക്തരും ഉണ്ടാകുമെന്നൊരു പരാമർശം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതിനെതിരെയാണ് തുടക്കത്തിൽ വലിയ പ്രതിഷേധം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിയുടെ പരാമർശം സഭാ രേഖകളിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗും രംഗത്ത് വന്നു. എന്തായാലും വലിയ തോതിൽ വാക്കുതർക്കങ്ങൾ, ഭരണ പ്രതിപക്ഷ വാക്കുതർക്കം ഉണ്ടാകുകയും സഭാ നടപടികൾ തടസ്സപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പിന്നീട് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ അതിക്രമങ്ങളെ പരാമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയത്. ഈ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് നേരെ, സ്വന്തം രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഉത്തരവാണ് അമിത്ഷാ നൽകിയത് എന്ന അതിഗുരുതരമായിട്ടുള്ള ആരോപണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നു. ഇതിനെ തുടർന്ന് അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷ ഭരണപക്ഷ വാക്കേറ്റം, വാക്പോര് തന്നെയായിരുന്നു ലോക്സഭയിൽ അരങ്ങേറിയത്. രാഹുൽ ഗാന്ധി സഭയിലാണ് സംസാരിക്കുന്നത്, സഭാ മര്യാദകൾ രാഹുൽ ഗാന്ധി പാലിക്കണം, ഇത്തരത്തിൽ ആരോപണം തെളിവില്ലാതെ ഉന്നയിക്കരുത് എന്നതടക്കമുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഭരണപക്ഷം രംഗത്ത്. വിഷ്ണു, ഞാൻ ഇടപെടുകയാണ്. വിഷ്ണു, ദയവായി തുടരുക. ഇപ്പോൾ ഇതാ SFI നേതാവ് ആദർശം സജി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദർശ്, നോക്കൂ, വിദ്യാലയങ്ങളിലും തെരുവുകളിലും അടിച്ചമർത്തൽ നയം നടപ്പിലാക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ ഭരണപരമായ ഉത്തരവാദിത്തം ആർക്കാണ് എന്നൊരു ചോദ്യമാണ് ഈ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി പാർലമെന്റിൽ പ്രതിപക്ഷം ഏറ്റവും അധികം മുന്നോട്ട് വെക്കുന്നത്. അടിച്ച് നെഞ്ചിൻ കൂടി തകർത്ത ശേഷം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയം തയ്യാറാകാതിരിക്കുന്ന സ്ഥിതിയാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി പാർലമെന്റിലേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇത് ജനാധിപത്യത്തോടുള്ളൊരു വലിയ വെല്ലുവിളിയല്ലേ? ആദർശം സജിയിലേക്ക് നമുക്ക് വളരെ വേഗം എത്താൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. വിഷ്ണു,
തുടരുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. വിഷ്ണു, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചതും ഇന്ത്യയുടെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാർലമെന്റിൽ നിന്ന് ആവർത്തിച്ച് വാദിച്ചതും ഈ ഒരു വിഷയത്തിൽ ഇത്രയധികം ക്രൂരമായ ഒരു സമീപനം ഈ രാജ്യത്തെ പോലീസ് ഇന്ത്യൻ യുവത്വത്തിനോട് എടുക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അമിത്ഷാ പാർലമെന്റിൽ ഉണ്ടാവണമെന്നാണ്. ഇന്നിപ്പോൾ ഈ അമിത്ഷാ ഈ ഓടി ഒളിക്കുന്നത് അത് ഈ വിദ്യാർത്ഥികൾ ഇന്ത്യൻ യുവത്വം മുന്നോട്ട് വെച്ച പ്രതിഷേധങ്ങളുള്ള ഭയമാണോ, അതോ ഈ ധാർമ്മികമായ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവിടെ ഒരു മറുപടി പറഞ്ഞാൽ അത് സ്വന്തം രാജ്യത്തിലേക്ക് പോവാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണോ അമിത്ഷാ ഈ പാർലമെന്റിലേക്ക് തിരിഞ്ഞുപോലും നോക്കാത്തത്? സുന്ദരി, പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ 20-ാം തീയതിയാണ് ആരംഭിച്ചത്. ഈ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച് 8 ദിവസം പിന്നിടുമ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ ഇത് ആദർശം സജി ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ആദർശ്, ഞാൻ പറഞ്ഞു വന്നത് ഈ വിദ്യാലയങ്ങളും തെരുവുകളിലും അടിച്ചമർത്തൽ നയം നടപ്പിലാക്കുന്ന ഈ ഒരു സിസ്റ്റത്തിനോട് വളരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. അടിച്ച് നെഞ്ചിൻ കൂടി തകർത്ത ശേഷം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയം തയ്യാറാകുന്നില്ല. പാർലമെന്റിൽ എത്തിയ ഒരു ധാർമ്മികമായ ഒരു വാക്ക് ഈ വിഷയത്തോട് സംസാരിക്കാൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തയ്യാറാകാത്ത ഒരു സാഹചര്യമാണിത്. ഈ കഴിഞ്ഞ 20-ാം തീയതി ഡൽഹി പോലീസ്, അതായത് അമിത്ഷാ നേരിട്ട് നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസ് നടത്തിയ നരനായാട്ട് നമ്മളെല്ലാം കണ്ടതാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാതെ, അമ്മയായി വന്ന കുട്ടികളെ പോലും വെറുതെ വിടാതെ മർദ്ദിക്കുന്ന സമീപനം നമ്മൾ കണ്ടതാണ്. വനിതകളെ പോലും പുരുഷ പോലീസാണ് മർദ്ദിക്കുന്നത്, ശാരീരികമായി ഉപദ്രവിക്കുന്ന നില അവിടെ വന്നു. ആ നിലയിൽ വിദ്യാർത്ഥികളെ തല തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം അവിടെ നടന്നു. വിദ്യാർത്ഥികളെ ആക്രമിച്ച് ഭയപ്പെടുത്താനുള്ള അവിടെ ശ്രമം അവിടെ നടന്നു. പക്ഷെ വിദ്യാർത്ഥികൾ അവരുടെ ഈ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന പ്രഖ്യാപനം അവിടെ നടത്തി. പക്ഷേ ആഭ്യന്തര വകുപ്പ് മന്ത്രിയിൽ നിന്നുള്ള വേണ്ട പ്രതികരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഈ സമരത്തെ ഇപ്പോഴും തീവ്രവാദികളുടെ സമരമൊന്നും ചൈനീസ് ഏജന്റുമാരുടെ സമരമൊന്നും പാകിസ്ഥാനികളുടെ സമരമൊന്നുമാണ് പറയാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാന്യമായിട്ടൊരു പ്രതികരണം പോലും, കാരണം അവിടെ ബുള്ളറ്റ് അവിടെ ഫയർ ചെയ്തു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബ്രൂട്ടലായിട്ടുള്ള ലാത്തിചാർജ് നടന്നു. യൂണിഫോം ഇല്ലാത്ത ആളുകൾ പോലും അവിടെ വന്ന് പോലീസാണോ എന്ന് ഞങ്ങൾ സംശയമുണ്ട്. RSSകാർ ഇതിനകത്ത് നുഴഞ്ഞു കയറി ബോധപൂർവം ആ സമരം ചെയ്ത വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന സമീപനം പോലെ വന്നു. അപ്പൊ ഇത് ഗുരുതരമായിട്ടുള്ള വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്ന് അവിടെ വന്നിട്ടുണ്ട്. പോലീസിന്റെ നിലയിൽ പറഞ്ഞിരിക്കുന്നുള്ളൂ, അവരുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് പറയുന്ന നിലയിലുള്ള ഒരു പ്രതിരോധമല്ല അവിടെ നടന്നത്. സമാധാനപരമായി നടത്തിയ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ബോധപൂർവ്വം ആ സമരത്തിനകത്ത് നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വീഴ്ചയാണ് ആഭ്യന്തര വകുപ്പിനോടുണ്ടായിട്ടുള്ളത്, അമിത്ഷായ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം നേരിട്ടാണ് ഈ നരനായട്ടിന് ഓർഡർ ഇട്ടത്. ആ നരനായാട്ടിന് ഓർഡർ ഇട്ട് വിദ്യാർത്ഥിയുടെ തല തല്ലി പൊളിച്ചു. അദ്ദേഹം ഇതിനകത്ത് കുറ്റക്കാരനാണ്. അദ്ദേഹം ഇതിനകത്ത് മറുപടി പറഞ്ഞേ പറ്റൂ. അദ്ദേഹത്തെ ഇന്നഫിഷ്യൻസിലൂടെ കാണുന്നത് അത് ശക്തമായിട്ടുള്ള അപലപിക്കേണ്ട ഒന്നാണ്. ശക്തമായിട്ടുള്ള പ്രതിരോധം ഈ നിലയിൽ അടിച്ചമർത്താൻ, വിദ്യാർത്ഥി സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ, അമിത്ഷാ ശ്രമിച്ചാൽ, RSSന്റെ തിട്ടൂരം അനുസരിച്ച് അദ്ദേഹം ശ്രമിച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഐഷു ഘോഷിനെ ഉൾപ്പെടെ പിന്തുടർന്ന് സിവിൽ ഡ്രസ്സിൽ പോലീസ് വന്ന് പിടിച്ചു കൊണ്ടുപോകാൻ, യാതൊരു നോട്ടീസും നൽകാതെ പിടിച്ചുകൊണ്ടുപോകാൻ, വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം നൽകിയ ുള്ള ശ്രമം അവർ നടത്തി. ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, ഈ നിലയിലുള്ള RSSന്റെ തിട്ടൂരം അനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഡൽഹി പോലീസ് നടത്തുന്നതെങ്കിൽ അതിനു മുമ്പിൽ മുട്ടുമടക്കാൻ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ തയ്യാറല്ല. ശക്തമായിട്ടുള്ള പ്രതിരോധം ഉണ്ടാവും. ശരി ആദർശ്, വളരെയധികം സന്തോഷം. ആദർശാണ് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞു വെച്ചേക്കുന്നൊരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള ഈ തിട്ടൂരങ്ങളോട് ഭയപ്പെടുന്ന ഒരു സമീപനം ഇന്ത്യൻ യുവത്വത്തിൽ ഉണ്ടാവുകയില്ല, അതിന് കൃത്യമായ നേതൃത്വം നൽകുവാൻ SFIയും ഇവിടെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നമ്മൾ വിഷ്ണുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. വിഷ്ണു, ഇപ്പോൾ ഇതാ ഈ ഒരു പ്രതിഷേധം ഏറ്റവും ശക്തമായി നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന പല പ്രതികരണങ്ങളും നമ്മളവിടെ കാണുകയുണ്ടായി. ഇപ്പോൾ JP നദ്ദ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ ഒരു പ്രതിഷേധം അത് ഇത്തരത്തിൽ ഉണ്ടാകേണ്ടതല്ല. ഇന്നലെ നമ്മൾ കണ്ടതാണ്, AKG ഭവനിലേക്ക് എത്തി ഈ ഐഷ ഘോഷിനെ അറസ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് പാർലമെന്റിൽ ഉയർത്തിയപ്പോഴും JP നദ്ദയൊക്കെ അതിനെ വളരെയധികം സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ലഘൂകരിക്കുന്ന ഒരു നിലപാട് ഉയർത്ത സാഹചര്യത്തിലാണ് പ്രധാനമായും പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നത്, അല്ലേ? സിന്ധുരി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് പാർലമെന്റിൽ ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സഭാ സമ്മേളനം ആരംഭിച്ചതിന് ശേഷം സഭയിലേക്ക് എത്താൻ ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്ന കാര്യമാണ് പ്രധാനമന്ത്രി സഭയിലെത്തണം, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി സഭയിലേക്ക് എത്തി മറുപടി പറയണമെന്ന്. പക്ഷേ ഇതുവരെ സഭയിലേക്ക് എത്താൻ ഇരുവരും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. അതോടൊപ്പം തന്നെ
ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം അമിത്ഷായ്ക്കെതിരെയായിരുന്നു. അമിത്ഷായാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ വെടിവെക്കാൻ ഒരു ഉത്തരവ് നൽകിയത് അമിത്ഷായാണ് എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. എന്തായാലും അതിനുശേഷം രാഹുൽ ഗാന്ധി സ്പീക്കർ ചേംബറിലേക്ക് സ്പീക്കർ ഓം ബിർള വിളിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിലും പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അമിത്ഷാ സഭയിലേക്ക് എത്തി അത്തരത്തിൽ ആരാണ് ഉത്തരവ് നൽകിയത്, എന്താണ് സംഭവിച്ചത് എന്നതടക്കം കൃത്യമായി മറുപടി നൽകാൻ അമിത്ഷാ തയ്യാറാകണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ വാക്തർക്കം ഉണ്ടാകുമ്പോൾ അഖിലേഷ് യാദവും നിലപാടെടുത്തത് ആരാണ് വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കാൻ, വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയത് ആരാണ് എന്നതിൽ ഒരു വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ഇന്ന് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു വ്യക്തതയും വരുത്താൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറാകുന്നില്ല. എന്തായാലും അത്തരത്തിൽ ഒരു വ്യക്തതയും വരുത്താത്ത കേന്ദ്ര സർക്കാരാണ് വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ആ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ശബ്ദ വോട്ടോടുകൂടി ഈ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കിയിരിക്കുന്നത്. വിഷ്ണു, ഇന്ന് പാർലമെന്റിൽ നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർ ഈ വിഷയത്തെ അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് രാജ്യം അറിയുവാൻ പാടില്ല എന്ന് ശ്രമിച്ചുകൊണ്ട് ഈ പറയുന്ന ആ ദൃശ്യങ്ങൾ സെൻട്രൽ ടി വിയിൽ കാണിക്കാതിരിക്കുക തുടങ്ങിയ നടപടികളൊക്കെ ഇന്ന് ഭരണപക്ഷം എടുക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ ഇന്ന് സഭയിൽ ഉണ്ടാവുക കൂടി ചെയ്തു. നമുക്ക് ആ വിഷയത്തിലേക്ക് കൂടി കടക്കേണ്ടതായിട്ടുണ്ട്. വിഷ്ണു തുടരുക. ഇന്ന് പാർലമെന്റ് നടപടികളിൽ പ്രധാനമായി നമ്മൾ കണ്ട മറ്റൊരു കാര്യം കേന്ദ്രത്തിന്റെ ഒരു പക്ഷപാതമാണ്. അതായത് ഇന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോഴൊക്കെ ഈ പറഞ്ഞ സ്ഥിരം കാര്യം നമുക്ക് കാണുവാൻ സാധിച്ചു. കേന്ദ്ര സർക്കാരിന് അസുഖകരമായ കാര്യം സംസാരിക്കാൻ എഴുന്നേറ്റാൽ ഒന്നുകിൽ മൈക്ക് തരില്ല അല്ലെങ്കിൽ ക്യാമറ തരില്ല. ഇത് ജനങ്ങൾ കാണാൻ പാടില്ല എന്ന കേന്ദ്രത്തിന്റെ നിലപാട് വ്യക്തമായ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നത്തെ പാർലമെന്റ്. ഇതിൽ ജോൺ ബ്രിട്ടാസ് എം പി നടത്തിയൊരു പരാമർശമുണ്ട്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കണ്ട് ഈ വിഷയത്തിലേക്ക് വിഷ്ണുവിലേക്ക് മടങ്ങിയെത്താം. സി പി എമ്മിൻ്റെ ഓഫീസിൽ നടന്ന അതിക്രമത്തിൽ ശക്തിയായി പ്രതിഷേധം രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞതിനോട് അദ്ദേഹം പൂർണ്ണമായിട്ടും യോജിച്ചു. ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് വിശദീകരണം നൽകണമെന്നും ഇത് ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നാക്രമണമാണെന്നും എല്ലാ പ്രതിപക്ഷ കക്ഷികളും, അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തൃണമൂൽ കോൺഗ്രസ് മുതൽ കോൺഗ്രസ് വരെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ ഒരു പ്രക്ഷോഭത്തിൽ രാജ്യസഭ നടപടികൾ തടസ്സപ്പെട്ടു. സഭ 2 മണി വരെ നിർത്തിവെക്കാൻ ചെയർമാൻ നിർബന്ധിതനായി. പ്രതിപക്ഷത്തു നിന്ന് ആരെങ്കിലും സർക്കാരിന് അസുഖകരമായ ഒരു കാര്യം സംസാരിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് മൈക്ക് ആദ്യം തരില്ല, 2 മൈക്ക് തന്നാൽ പോലും ക്യാമറ തരില്ല. അതായത് ഇത് ജനങ്ങൾ കാണാൻ പാടില്ല. അപ്പോൾ ഇവരുടെ ക്യാമറ എപ്പോഴും ഒന്നുകിൽ ഭരണപക്ഷത്തേക്ക് മാറ്റിവെക്കും, ഭരണപക്ഷത്തേക്ക് ഫോക്കസ് ചെയ്യും, അതല്ലെങ്കിൽ രാജ്യസഭ അധ്യക്ഷനെ ഫോക്കസ് ചെയ്യും. അപ്പോൾ അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് കാണുന്നില്ല. പക്ഷേ പിന്നിൽ ഇരുന്ന മെമ്പർമാർ പ്രതിപക്ഷങ്ങൾ പറഞ്ഞു അത് ചൂണ്ടിക്കാണിക്കണം. എന്നൊക്കെ അറിഞ്ഞാൽ ഇത് ഇന്നും തുടങ്ങിയതല്ല, ഇത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ BJP ആരംഭിച്ചിരിക്കുന്നൊരു പരിപാടിയാണ്. രാജ്യസഭ സെക്രട്ടേറിയറ്റും രാജ്യസഭ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രലായിരിക്കണം. ഈ ഒരു മേഖലയുമായിട്ട് അല്പം പരിചയമുള്ള ആളെന്ന നിലയിൽ ഞാൻ പറയാം, കൊടുക്കുവാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും, അത് ലോങ് ഷോട്ടേ കൊടുക്കൂ, വൈഡേ കൊടുക്കൂ, അതായത് ക്ലോസ് കൊടുക്കില്ല. മറിച്ച് ഭരണപക്ഷത്ത് ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് പ്രതിപക്ഷത്തെ തെറി വിളിക്കുകയാണെങ്കിൽ അത് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക. നോക്കുക, പാർലമെൻറ്റ് നടപടിയിൽ പോലും കൊണ്ടുവന്നിരിക്കുന്ന പക്ഷപാതിത്വം എവിടേക്കാണ് നമ്മുടെ ജനാധിപത്യം എത്തിക്കൊണ്ടിരിക്കുന്നത്? വളരെ ദയനീയമായൊരു രൂപമാണ്. പക്ഷേ ഇതുകൊണ്ടൊക്കെ ഇവർക്ക് എന്തെങ്കിലും നേടാൻ കഴിയുമോ? എന്നെ മറച്ചതുകൊണ്ടോ, എന്നെ ക്യാമറയിൽ കാണിക്കാത്തതുകൊണ്ടോ, പ്രതിപക്ഷത്തിൻ്റെ മൈക്ക് ഓഫാക്കിക്കൊണ്ടോ, പ്രതിപക്ഷ അംഗങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടോ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ സമരത്തിൻ്റെ വേലിയേറ്റം ഇല്ലാതാക്കാൻ കഴിയും?